എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെയുള്ള ഒരു വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ ഇതുവരെയും വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ വട്ടയപ്പം തയ്യാറാക്കി നോക്കൂ. നല്ല സോഫ്റ്റായിട്ടും പഞ്ഞി പോലത്തെ ഒരു വട്ടയപ്പമാണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പൊന്നി റൈസാണ് എടുത്തിരിക്കുന്നത്, പച്ചരി. അത് നമുക്ക് നല്ലതുപോലെ കഴുകി ഏറെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരിക്കണം. ഇതേപോലെ കഴുകി 3-4 വട്ടം കഴുകി ഏറെ വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് ഞാനിവിടെ 5 മണിക്കൂറാണ് വെക്കുന്നത്. ഇനി കപ്പി കാച്ചുന്നതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയിലേക്ക് ഒരു 4 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കേണ്ടതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് അരയ്ക്കേണ്ടത്. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. മാറ്റി വയ്ക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ അവിലാണ് എടുത്തിരിക്കുന്നത്. വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. വെള്ള അവിൽ നമുക്കിതേപോലെ വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റോളം നമുക്ക് കുതിർക്കാനായിട്ട് വെച്ചിരിക്കാം. 5 മണിക്കൂർ കുതിർത്ത നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പകുതി ഭാഗം അരിയിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ശകലം വെള്ളം വേണം ഒഴിക്കാൻ. അത് ഇതേപോലെ വേണ്ട അരച്ചെടുക്കണം. ഈ ഒരു രീതിക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. അതിനുശേഷം ബാക്കി വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഇളം രീതിയിലുള്ള തേങ്ങ വേണം എടുക്കാൻ, നല്ല പഴുത്ത തേങ്ങ ഒന്നും എടുക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കപ്പി കാച്ചി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും 3 ഏലക്ക തൊലി കളഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ വട്ടയപ്പത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നേരത്തെ ഞാൻ 2 കപ്പ് അരി എടുത്തിരുന്നു. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ പഞ്ചസാര എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അവിലും കൂടെ ചേർത്ത് അല്പം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കാരണം നമ്മുടെ പഞ്ചസാരയിൽ നിന്ന് വെള്ളം ഒരുപാട് ഇറങ്ങും. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും അധികം ഒഴിക്കരുത്. കാരണം പിന്നീട് നമ്മുടെ പഞ്ചസാരയിൽ നിന്ന് വെള്ളം ഇറങ്ങും. പിന്നെ നമ്മുടെ ബാറ്റർ ശരിയായി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ടത്. അതിനുശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് വേണം നമ്മളിത് വെക്കാവുന്നത്, ഈ ബൗള്. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇതൊരു 6-7 മണിക്കൂർ നമുക്കിത് അടച്ചു വയ്ക്കാവുന്നതാണ്. ഞാനിവിടെ രാത്രിയാണ് ഇത് അരച്ചത്. അപ്പോൾ രാവിലെ ഞാൻ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. രാവിലെ അടപ്പ് തുറക്കുന്ന സമയത്ത് നന്നായിട്ട് ഞാനതൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ അടപ്പ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള അളവിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഇതേപോലെ നല്ലതുപോലെ പൊന്തി വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ 2-3 വട്ടം നമ്മളിങ്ങനെ കറക്കി കൊടുത്താൽ മതി. കൂടുതലങ്ങ് ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് പാത്രത്തിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇങ്ങനെ കൂടുതലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 4 തവിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 4 തവി നമുക്ക് ഈ പാത്രത്തിന് കണക്കായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ നിറച്ചൊന്നും ഒഴിക്കരുത്. ഇതിൻ്റെ അരഭാഗം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം വെന്ത് വരുമ്പോൾ നല്ലതുപോലെ ഈ മാവ് പൊങ്ങുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിക്ക് വേണം മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതേപോലെ റിങ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. ഇനി വട്ടയപ്പത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്കിതിൻ്റെ പുറത്ത് ഇതേപോലെ കാഷ്നട്ടോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാഷ്നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് വേവിക്കേണ്ടതാണ്. 15 മിനിറ്റ് മതി നമുക്കിതിൻ്റെ സമയം വേവാനായിട്ട്. ഒരു 10 മിനിറ്റ് സമയമായപ്പോൾ ഞാനിതുപോലെ അടുപ്പ് തുറന്ന് ഒരു ടൂത്ത് പിൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. വീണ്ടും ഞാനൊരു 5 മിനിറ്റെങ്കിൽ അടച്ചു വെച്ചു. അപ്പോൾ കറക്റ്റ് അളവ് നോക്കുമ്പോൾ ഒരു 15 മിനിറ്റാണ് ഇതിൻ്റെ വേവുന്ന സമയം. 15 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പാത്രം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ കൈവച്ച് 4 ഭാഗവും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് എടുക്കാവുന്ന പറ്റുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്. പഞ്ഞി പോലെ ഇരിക്കുന്നതാണ്. നമുക്ക് ഇന്ന് നമ്മൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കിത് നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. കാരണം നമ്മൾ അത്രയ്ക്കും നല്ല രീതിക്ക് നമ്മളിത് അളവൊക്കെ പെർഫെക്റ്റായിട്ട് എടുത്തത് കാരണം കൊണ്ട് നമ്മുടെ വട്ടയപ്പം ഇവിടെ നല്ലപോലെ വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയും വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
ആദ്യമൊക്കെ ഞാനും വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും എനിക്ക് സോഫ്റ്റായിട്ട് വട്ടയപ്പം കിട്ടത്തേ ഇല്ല. ആ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിരിക്കും. പിന്നീട് നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ ബാക്കി വന്ന് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സോഫ്റ്റായിട്ടോ പഞ്ഞി പോലെ അങ്ങനെയൊന്നും കാണത്തില്ല. പക്ഷെ നമ്മളിപ്പം കറക്റ്റ് അളവ് എടുക്കുന്നതായതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല രീതിക്ക് വട്ടയപ്പം നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അവിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിലെടുത്ത അതേ അളവിൽ വേവിച്ച റൈസ് 2 ടേബിൾ സ്പൂൺ ചേർത്താൽ കുറച്ചും കൂടെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനിതുവരെ റൈസ് ഇട്ടിട്ടില്ല. ഞാൻ അവിൽ ചേർത്താണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. ഈ വട്ടയപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് കമൻറ്റിൽ ലൈക്കൊക്കെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയിൽ ഉടനെ വരുന്നത് വരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.